ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 60 ഗോപീജന വസ്ത്രാപഹരണം ശ്ലോകം 3. ഇതി മാസമുപാഹിതവ്രതാസ്തരളാക്ഷീരഭിവീക്ഷ്യത ഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസീതദനുഗ്രഹേച്ഛയാ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഇതി മാസം ഉപാഹിത വ്രതാ തരളാക്ഷീർ അഭിവീക്ഷ്യ താ ഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസീത് തത് അനുഗ്രഹേച്ഛയാ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഭവാൻ അവിടുന്ന്, ഇതി ഇപ്രകാരം, മാസം ഒരു മാസം, ഉപാഹിത വ്രതാനുഷ്ഠാനത്തോടു കൂടിയവരായി, താ ആ തരളാക്ഷി സുന്ദരിമാരായ ഗോപികമാർ, അഭിവീക്ഷ്യ അഭിമുഖം കണ്ടിട്ട്, കരുണാമൃദുല കരുണ കൊണ്ട് ആർദ്രനായി, തദനുഗ്രഹേച്ഛയ അവരെ അനുഗ്രഹിക്കാൻ ഇച്ഛയോടുകൂടി, നദീതടം യമുനാ തീരത്തിലേക്ക് സമയാസീത് ഗമിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഇതി മാസം ഉപാഹിത വ്രത, ഇതി മാസം ഉപാഹിത വ്രത ചേർത്തിട്ട് ഇതി മാസം ഉപാഹിത വ്രത. വ്ര എന്നാണ്, വൃ എന്നല്ല വ്ര എന്നാണ്, അത് ശ്രദ്ധിച്ചോളൂ. തരളാക്ഷീർ അഭിവീക്ഷ്യ ചേർത്ത് ചൊല്ലുമ്പം സ്താന്ന് വരും. തരളാക്ഷീരഭിവീക്ഷ്യ, ക്ഷീ എന്നും ക്ഷ്യാന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അഭിവീക്ഷ്യ എന്നുള്ളതിൻ്റെ ഭീന്ന് നന്നായിട്ട് ഊന്നി പറയണം. താ ഭവാൻ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കരുണാമൃദുലോ നദീതടം സമയാസീത് തത് അനുഗ്രഹേച്ഛയ, അനുഗ്രഹേച്ഛയ ഛ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഇതി മാസമുപാഹിതവ്രതാസ്തരളാക്ഷീരഭിവീക്ഷ്യത ഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസീതദനുഗ്രഹേച്ഛയാ. അടുത്തത് 4ാമത്തെ ശ്ലോകം. നിയമാവസിതൗ നിജാംബരം തടസീമന്യവമുച്യതാസ്തദാ യമുനാജലഖേലനാകുലാ പുരതസ്ത്വാമവലോക്യ ലജ്ജിതാ. നമുക്ക് ഈ ശ്ലോകം പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. നിയമാവസിതൗ നിജാംബരം തടസീമന്യവമുച്യ താസ്തദാ യമുനാജല ഖേലനാകുലാ പുരത സ്ത്വാം അവലോക്യ ലജ്ജിതാ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. താ അവർ, അതായത് ആ ഗോപസ്ത്രീകൾ, നിയമാവസിതോ വ്രതം അവസാനിച്ച, തത് ആ സമയത്ത്, നിജാംബരം തങ്ങളുടെ വസ്ത്രം, തടസീമനി തീരത്തിൽ, അവമുച്യ അഴിച്ചു വച്ചിട്ട്, യമുനാജലഖേലനാകുല യമുനാജലത്തിൽ കുളിക്കാൻ ആവേശമുള്ളവരായി, പുരത ത്വാം മുമ്പിൽ അങ്ങയെ, അവലോക്യ കണ്ടിട്ട്, ലജ്ജിത ലജ്ജിതരായിത്തീർന്നു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. നിയമാവസിതൗ നിജാംബരം, നിജാംബ ബ എന്നാണ്. തടസീമന്യവമുച്യ താസ്തദ യമുനാജലഖേലനാകുല, അവിടെ വിസർഗം നീട്ടിയിട്ട് വിസർഗം പറയണം. ഖേലന എന്നുള്ളതിൻ്റെ ഖേന്ന് നന്നായിട്ട് ഊന്നി പറയണം. പുരതസ്ത്വാം അവലോക്യ ചേർത്തിട്ട് പുരതസ്ത്വാം അവലോക്യ, ലജ്ജിതാ നീട്ടിയിട്ട് വിസർഗം അങ്ങനെ നിർത്താം. ലജ്ജിത എന്നുള്ള 2 ജ എന്നുണ്ട്. ലജ്ജിത.
നിയമാവസിതൗ നിജാംബരം തടസീമന്യവമുച്യതാസ്തദാ യമുനാജലഖേലനാകുലാഃ പുരതസ്ത്വാമവലോക്യ ലജ്ജിതാഃ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.